എല്ലാവർക്കും ലേൺ വിത്ത് ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ചാപ്റ്റർ 1-ലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കായ കൂളംസ് ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ലോ എന്താണ്, ഏതൊക്കെ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നതൊക്കെ മനസ്സിലാവും. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, നിങ്ങൾക്ക് സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇതിനകത്തോടെ അറിയുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം ചാർജസ് എന്ന് പറയുന്നത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് എന്ന് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതെന്താണ് അങ്ങനെ പറയുന്നത്? ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് ചാർജ്, അതുപോലെ തന്നെ 2 നെഗറ്റീവ് ചാർജ്. ഇത് ഒരുപോലുള്ള ചാർജസ് ഒക്കെ എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? റിപ്പൽ ചെയ്യുമായിരിക്കും അല്ലേ? നമ്മൾ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും ഇത് റിപ്പൽ ചെയ്തു പോകും. ഒരുപോലത്തെ ചാർജ്, ലൈക്ക് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും റിപ്പൽ ചെയ്യും. അൺലൈക്ക് ചാർജസോ? അൺലൈക്ക് ചാർജസ് മീൻസ് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. അതാണ് അൺലൈക്ക് ചാർജസ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസ് എപ്പോഴും എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യും. നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ചാർജസിലെ തമ്മിലൊരു അട്രാക്ഷൻ ആയിക്കോട്ടെ, റിപ്പൽഷൻ ആയിക്കോട്ടെ, ഒരു ഫോഴ്സ് കാണുമല്ലോ. ആ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് കൂളംസ് ലോ പറയുന്നത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 2 പോയിന്റ് ചാർജ് എടുക്കുകയാണ്. ഇത് 2 ചാർജസ് ആണ്, ലൈക്ക് Q1 ആൻഡ് Q2. നമ്മൾ 2 ചാർജ് എടുക്കുവാണ്. ഇത് Q1, ഇത് Q2. ഇത് ലൈക്ക് ചാർജ് ആയിക്കോട്ടെ, അൺലൈക്ക് ചാർജ് ആയിക്കോട്ടെ, 2 ചാർജാണ്. ഈ ചാർജ് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 6 ആയിക്കോട്ടെ. 6 ഡിസ്റ്റൻസിൽ ഞാൻ 2 ചാർജ് കൊണ്ട് വെച്ചേക്കുക. 6 മീൻസ് ഞാനൊരു ദൂരം കൊടുത്തേക്കുക. Q1, Q2 എന്ന് പറഞ്ഞ 2 ചാർജ് 6 ഡിസ്റ്റൻസിൽ ഞാൻ കൊണ്ട് വെച്ചേക്കുക. അപ്പോൾ ഈ ചാർജസ്, അതായത് ഈ Q1, Q2 എന്ന് പറയുന്ന ചാർജസ് തമ്മിലുണ്ടാകുന്ന ഫോഴ്സ്, അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ 2 പോയിന്റിലും ഇടയ്ക്കുണ്ടാകുന്ന ചാർജിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പോയിന്റിൻ്റെയും ചാർജിൻ്റെ പ്രൊഡക്റ്റ്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ എ പോയിന്റ് ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ചാർജ്, ഒരു ചാർജ് Q1, മറ്റേ ചാർജ് Q2. ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഈ ഫോഴ്സ് തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് നമ്മൾ പറഞ്ഞു ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ 2 പോയിന്റ്സ്, 2 പോയിന്റിൻ്റെ ഇടയ്ക്കുള്ള ചാർജിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അതിൻ്റെ ചാർജിൻ്റെ പ്രൊഡക്റ്റിന്. 2 ചാർജ് Q1, Q2ൻ്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ആ ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 2 ചാർജിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ് ഈ ചാർജ് തമ്മിലുള്ള ദൂരം എന്ന് വെച്ചോ. ഈ ദൂരത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ 2 കണ്ടീഷനാണ് പറയുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജ്. ഈ ചാർജിൻ്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഈ ചാർജുകൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മീൻസ് നമ്മൾ 1/r 1/x അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് പറയുന്നത്? ഒന്നുകൂടെ നോക്കാം. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ ഈ ചാർജുകൾ തമ്മിൽ, ഈ 2 ചാർജിൻ്റെയും ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുമ്പോൾ എന്താണ്? ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അർത്ഥം എന്താ? ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുമെന്ന അർത്ഥം. ഇതിൻ്റെ ബേസിസിൽ പറയുവാണെങ്കിൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് ഈ ചാർജുകൾ കൂടുന്തോറും ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടും അല്ലേ? Q1ഉം Q2ഉം നമ്മൾ എടുക്കുന്ന ചാർജ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലിൻ്റെ അർത്ഥം. അതായത് ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ എടുക്കുന്ന ചാർജ് കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള അർത്ഥം എന്താ? ഇവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്തോറും ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഈ 2 ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്തോറും, അതായത് ഈ ചാർജുകൾ അടുത്തടുത്ത് വരുമ്പോഴത്തേനും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഇനി ഇത് തമ്മിലുള്ള ദൂരം കൂടി വരുന്നതിനനുസരിച്ച് എന്തോ പറ്റും? ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു വരും. അതായത് ദൂരം കൂടുന്തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുക.
അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താ പറയുന്നത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതായത് 2 പോയിന്റ് ചാർജിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അത് നമ്മൾ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചാർജ് ആയിക്കോട്ടെ അൺലൈക്ക് ചാർജ് ആയിക്കോട്ടെ, ഏത് ചാർജ് ആയാലും, ലൈക്ക് ചാർജ് മീൻസ് 2 പോസിറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 2 നെഗറ്റീവ് ആയിക്കോട്ടെ, ഇതാണ് ലൈക്ക് ചാർജ് എന്ന് പറയുന്നത്. ഇനി അൺലൈക്ക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, 2 ചാർജ് എന്ത് ചാർജും ആയിക്കോട്ടെ ആ ചാർജിനിടയ്ക്ക് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് directly proportional to the product of their charges and inversely proportional. ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ 1/, വെച്ചിട്ട് എഴുതുന്നത്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന r ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, അതായത് r സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതാണ് കൂളംസ് ലോ പറയുന്നത്. നമുക്കിനി ഇതിനെ ഒന്ന് മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതി നോക്കാം. ദാറ്റ് ഈസ്, നമ്മൾ ആദ്യം പറഞ്ഞു എഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്, ദാറ്റ് ഈസ് Q1 ഇൻറ്റു Q2. 2 ചാർജാണിത്, അതിന് പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഞാൻ ഈ ലോ കൊടുക്കാം, അതും കാണാതെ പഠിക്കണം, ഇക്വേഷൻ കാണാതെ പഠിക്കണം, പ്രോബ്ലം കാണാതെ പഠിക്കണം. ഇത്ര ഉണ്ടെങ്കിൽ നമുക്കൊരു 3-4 മാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് അപ്പോൾ ആ ലോ ഞാനിവിടെ മെൻഷൻ ചെയ്യാം, ആ ലോ ബൈ ഹാർട്ട് ചെയ്യണം. ഇനി ഇത് എങ്ങനെയാണ് വരുന്നത് പഠിക്കാം. ഇക്വേഷൻ ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് അഗെയിൻ എന്താണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 ആണ്, അതിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമുക്കിനി ഇത് രണ്ടും ലെഫ്റ്റ് സൈഡ് LHS ഈക്വൽ ആയതുകൊണ്ട് നമുക്കിതിനെ കമ്പൈൻ ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് അപ്പോൾ എന്ത് വരും? എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇത് ഒരുമിച്ച് എഴുതാം, Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇതിനെ ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതി അല്ലേ, ഇത് രണ്ടിനെയും ഞാൻ കമ്പൈൻ ചെയ്ത് എഴുതിയേക്കുക. ഓക്കെ അല്ലേ? ഇനി എന്താ വരുന്നത്? ഇനി നമ്മൾ നേരത്തെ തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്, എവിടെ പ്രൊപ്പോർഷണൽ ഉണ്ടെങ്കിലും നമുക്ക് ആ പ്രൊപ്പോർഷണലെ മാറ്റാൻ പറ്റും. എന്താണ്? അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊടുത്താൽ പോരെ. ദാറ്റ് ഈസ് ഈ പ്രൊപ്പോർഷണൽ കൊടുത്ത് ഇക്വേഷൻ ആക്കണേ എന്ത് ചെയ്യും? എഫ് ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് എന്താണെന്ന് നോക്കിക്കോളുക. നിങ്ങളിത് ആദ്യമായിട്ട് പഠിക്കുവാണ്. 1/4πε0, ഇതാണ് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഈ ഇക്വേഷൻ എന്നത് ഇതായിട്ട് മാറി. എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ r സ്ക്വയർ. ഇതാണ് കൂളംസ് ലോയുടെ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ എക്സാമിന് ലോ ചോദിക്കുമ്പോൾ ലോയും എഴുതണം, ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ r സ്ക്വയർ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോ. ഇനി ഈ ഇക്വേഷനകത്തുനിന്ന് ഞാൻ പറഞ്ഞു 1/4πε0 എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് കൂളംസ് ലോയുടെ. ഇനി നിങ്ങൾ ഇത് ആദ്യമായിട്ട് 1/4πയുടെ ഒക്കെ വാല്യൂ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ ε0 എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുവാണ്. ഇതിനാണ് നമ്മൾ പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ്, ഇത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. ε0 എന്ന് പറഞ്ഞ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് പെർമിറ്റിവിറ്റി നമ്മൾ പറയുന്നത്. ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇതിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം. ε0 എന്ന് പറയുന്നത് 8.85 × 10⁻⁻12 ആണ്. അതുപോലെ 1/4πε0യുടെ വാല്യൂ 9 × 10⁻9 ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരം ഇതിൻ്റെ വാല്യൂ ക്വസ്റ്റിനിൽ തരത്തില്ല, നേരെ നിങ്ങൾ അങ്ങ് എഴുതണം. 1/4πε0 എന്ന് പറയുന്നത് 9 × 10⁻9 ആണ് അതിൻ്റെ വാല്യൂ. ഇനി ε0യുടെ മാത്രം വാല്യൂ ആണെങ്കിൽ 8.85 × 10⁻12. ഇതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയാണ് ലോ പഠിക്കുക, ഈ ഇക്വേഷൻ, പിന്നെ ഇതിൻ്റെ വാല്യൂസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. What is the force between two small charged spheres having charges of 2 × 10⁻7 coulomb and 3 × 10⁻7 coulomb placed 30 cm apart in air?
അല്ലേ? അപ്പോൾ ഈ ചാർജസ് എന്നൊക്കെ കേട്ടാലേ അറിയാം നമുക്ക് കൂളംസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, 2 സ്ഫിയർ നമ്മൾ എയറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 സ്ഫിയർ, അതിൻ്റെ ചാർജ് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം 2 × 10⁻⁷ കൂളമ്പും മറ്റേത് 3 × 10⁻⁷ കൂളമ്പും. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ. അതായത് കുളംസ് ലോ പറയുന്നത് എന്താ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ? ഇതാ ഇവിടെ തന്നെ അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ചാർജസും ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പോഴേ നമുക്കറിയാം ഇത് കൂളംസ് ലോ കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ദാറ്റ് ഈസ് F = 1/4πε0 Q1 Q2 / R². ഇത് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ഇതിൻ്റെ വാല്യൂസും നമുക്കറിയാം. ദാറ്റ് ഈസ് 1/4πε0യുടെ ക്വസ്റ്റ്യൻ നമുക്കറിയാം. എന്താണ് വാല്യൂ? 9 × 10⁻⁹ നമ്മൾ ആ ലോ പഠിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു. ഇനി എന്താ? Q1 Q2 എന്ന് പറഞ്ഞാൽ 2 ചാർജസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 2 × 10⁻⁷ 3 × 10⁻⁷. പിന്നെന്താ ഉള്ളത്? R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. നിങ്ങളിവിടെ പ്രത്യേകം നോക്കേണ്ടത് ഇവിടെ 30 സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 30 സെൻറ്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 30 / 100 അല്ലേ? നമുക്കിപ്പം എത്ര കിട്ടി? 0.3 മീറ്റേഴ്സ് എന്ന് കിട്ടി. 30 സെൻറ്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി? 0.3 മീറ്റർ എന്ന് കിട്ടി. ആ വാല്യൂ വേണം ഇനി ഇങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കറിയാവുന്ന വാല്യൂ ഒക്കെ കൊടുക്കാം. 1/4πε0യുടെ വാല്യൂ നമ്മൾ ലോ പറഞ്ഞപ്പോഴേ പറഞ്ഞു. എന്താ? 9 × 10⁹. ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് എടുത്തെഴുതി ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. ഇൻറ്റു Q1 × Q2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് തന്നിരിക്കുന്നത്. അതുപോലെ എടുത്തെഴുതുക. 2 × 10⁻⁷ ഇൻറ്റു 3 × 10⁻⁷ ഡിവൈഡഡ് ബൈ R² അല്ലേ? അതായത് 0.3 × 0.3 R² ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് അല്ലേ? നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 6 × 10⁻³ ന്യൂട്ടൺ എന്നാണ്. നമ്മൾ ലോ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഇക്വേഷൻസ് പറഞ്ഞു, അതിൻ്റെ ഒരു പ്രോബ്ലവും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ മുടങ്ങാതെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ക്ലാസ്സുകൾ ഇതുപോലെ ടോപ്പിക്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എളുപ്പത്തിലുള്ള ഷോർട്ട് നോട്ട്സ് എന്തെങ്കിലും വേണം, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടഫ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ഷോർട്ട് നോട്ട് വേണമെങ്കിൽ എനിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം എൻ്റെ മെയിൽ ID. അതിനകത്തോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് ഷോർട്ട് നോട്ടാക്കി അയക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.